റഹീസ്, രണ്ടഭിപ്രായമാണ് ഈ ഭരണവിരുദ്ധ വികാരത്തിൽ. അത് CPM വിലയിരുത്തുന്നത് അങ്ങനെയില്ല, CPIക്ക് അങ്ങനെ ഉണ്ട്, ഭരണവിരുദ്ധ വികാരം ഉണ്ടായി എന്നുള്ളത്. ഇതിപ്പോൾ ഓരോ കക്ഷികളും കണ്ടെത്തിയിട്ടുള്ള പരാജയ കാരണങ്ങൾ യോഗത്തിൽ അവതരിപ്പിക്കും. യോഗത്തിൽ എന്തൊക്കെയെന്ന് പ്രതീക്ഷിക്കാം. ശ്രുതി, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ തോൽവി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രം LDF യോഗം വിളിക്കാനായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർന്ന യോഗത്തിന്റെ തീരുമാനം. അതനുസരിച്ചാണ് ഇന്ന് LDF യോഗം രാവിലെ 10 മണിക്ക് AKG സെന്ററിൽ വിളിച്ചു ചേർത്തിരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് തോൽവി സംബന്ധിച്ച ചർച്ചകളൊക്കെ രാഷ്ട്രീയ പാർട്ടികൾക്കിടയിൽ കഴിഞ്ഞതാണ് എന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്കുള്ള ഒരുക്കങ്ങളിലേക്ക് കടക്കുകയും ചെയ്തു. അതുകൊണ്ട് പൂർണ്ണ സമയവും തദ്ദേശ തെരഞ്ഞെടുപ്പ് തോൽവി ആയിരിക്കില്ല ചർച്ച എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രധാനമായും CPIM കണ്ടെത്തിയത് അമിത ആത്മവിശ്വാസവും സംഘടനാ ദൗർബല്യവുമാണ് തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമെന്നാണ്. ശബരിമലയും ശബരിമലയും ഭരണവിരുദ്ധ വികാരവും അടക്കം തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായിട്ടില്ല എന്ന വിലയിരുത്തലാണ് CPIM ഉള്ളത്. പക്ഷേ CPI അടക്കമുള്ള മറ്റെല്ലാ കക്ഷികളും ഭരണവിരുദ്ധ വികാരവും ശബരിമലയും തെരഞ്ഞെടുപ്പ് തോൽവിക്ക് കാരണമായി എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കൂടുതൽ ചർച്ചകൾ അതിലേക്ക് പോകില്ല എന്ന് മനസ്സിലാക്കുന്നു. CPI ഇന്നലെ ചേർന്ന സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ അതുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊന്നും പോകേണ്ട, നിയമസഭാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളിലേക്ക് പോകാം എന്നാണ് തീരുമാനിച്ചത്. അതുകൊണ്ട് ഇനി മേഖലാ ജാഥകൾ ഫെബ്രുവരി 1 മുതൽ നടക്കുന്നുണ്ട്. അത് സംബന്ധിച്ച ചർച്ചകളായിരിക്കും ഉണ്ടാവുക. ജാഥ ക്യാപ്റ്റന്മാർ, ആ ടീമിൽ ആരൊക്കെ ഉണ്ട്, എങ്ങനെയാണ് റൂട്ട് എന്നതൊക്കെ ആയിരിക്കും ചർച്ചയ്ക്ക് പോവുക. ഒപ്പം 12-ാം തീയതി കേന്ദ്രത്തിനെതിരെ മുഖ്യമന്ത്രിയും ജനപ്രതിനിധികളും നടത്തുന്ന ഒരു സമരമുണ്ട്. അത് സംബന്ധിച്ച ചർച്ചകളും ഇന്നത്തെ LDF യോഗത്തിൽ ഉണ്ടാകും. വ്യക്തമാണ്. റഹീസ് റഷീദാണ് വിശദാംശങ്ങൾ നൽകിയത്.